ഒരു ഗ്രാമത്തിൽ ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നു. അവന്റെ ആകെയുള്ള സ്വത്ത് ഭിക്ഷയെടുക്കാനുള്ള ഒരു പാത്രം മാത്രമായിരുന്നു. അവൻ എന്നും മറ്റുള്ളവരുടെ മുൻപിൽ ആ പാത്രം നീട്ടി ഭിക്ഷ ചോദിക്കും. ഒരു ദിവസം അയാൾ ഒരു മനുഷ്യന്റെ മുൻപിൽ പോയി തന്റെ പാത്രം അയാളുടെ മുഖത്തിന് നേരെ നീട്ടി ഭിക്ഷ ചോദിച്ചു. ആദ്യം അയാൾ മുഖം ചുളിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അയാൾ ശാന്തനായി ഭിക്ഷക്കാരനെയും ആ ഭിക്ഷപാത്രത്തെയും മാറി മാറി നോക്കി. എന്നിട്ട് പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ പാത്രം പിടിച്ചു വാങ്ങി. ഭിക്ഷക്കാരൻ ഭയന്നുപോയി. അയാൾ അവന്റെ പാത്രം എടുത്തുകൊണ്ടു പോകുമോ എന്ന് ഭയന്നുപോയി ഭിക്ഷക്കാരൻ. എന്നാൽ ആ മനുഷ്യൻ ആ പാത്രം തിരിച്ചും മറിച്ചും നോക്കി. എന്നിട്ട് അയാളെ നോക്കി, "നീ എത്ര നാളായി ഭിക്ഷ എടുക്കുന്നു?" എന്ന് ചോദിച്ചു. അതിന് അയാൾ, "എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ഭിക്ഷ എടുക്കുകയാണ്." അതിന് ആ മനുഷ്യൻ, "ഈ പാത്രം എത്ര കാലമായി നിങ്ങൾ ഉപയോഗിക്കുന്നു?" എന്ന് ചോദിച്ചു. "എന്റെ മുത്തച്ഛന്റെ കാലം മുതലേ ഞാൻ ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത്." അയാൾ മറുപടി പറഞ്ഞു. ഏതോ ഒരു വലിയ പണക്കാരനോട് ഭിക്ഷ ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ പാത്രം വെച്ച് നന്നായി ജീവിക്കൂ എന്ന് പറഞ്ഞു. അതിന് ആ മനുഷ്യൻ, "എടാ പാപി, 3 തലമുറയായി ഈ പാത്രം ഉപയോഗിച്ചാണോ ഭിക്ഷ യാചിക്കുന്നത്?" എന്നും ചോദിച്ച് ഒരു കല്ലെടുത്ത് ആ പാത്രം ചുരണ്ടുവാൻ തുടങ്ങി. ഭിക്ഷക്കാരൻ പേടിച്ചു. "സാറേ, എന്റെ കയ്യിൽ ആകെ ഒരു പാത്രം മാത്രമേ ഉള്ളൂ, അതെനിക്ക് തിരികെ തരൂ" എന്ന് വിഷമത്തോടെ പറഞ്ഞു. അയാൾ ചിരിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വേഗത്തിൽ ആ പാത്രം ചുരണ്ടാൻ ആരംഭിച്ചു. ഭിക്ഷക്കാരൻ കരയുവാൻ ആരംഭിച്ചു. യാചിച്ചു നോക്കി. "രാശിയുള്ള പാത്രമാണ് സാറേ, അത് ചുരണ്ടി നശിപ്പിക്കല്ലേ." അയാൾ പിന്നെയും അത് ചുരണ്ടിക്കൊണ്ടിരുന്നു. അവസാനം അതിലെ അഴുക്കെല്ലാം പോയി മഞ്ഞ നിറത്തിൽ അത് പ്രകാശിക്കാൻ തുടങ്ങി. അതൊരു തങ്കപാത്രമായിരുന്നു. ഭിക്ഷക്കാരന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും കാലം താൻ ഒരു തങ്കപാത്രത്തിലാണോ ഭിക്ഷയെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്? ആ സമ്പന്നനായ മനുഷ്യൻ കൊടുത്ത തങ്കപാത്രം വിറ്റ് ഈ ഗ്രാമത്തിലേക്കും വലിയ പണക്കാരനായി ജീവിക്കേണ്ടതിനു പകരം അതിന്റെ വില മനസ്സിലാക്കാതെ അതുപയോഗിച്ച് ഭിക്ഷയെടുത്തല്ലോ. ഇനിയെങ്കിലും ശരിയായി ജീവിക്കാൻ ശ്രമിക്കൂ. ഇതും പറഞ്ഞ് അയാൾ കോപത്തോടെ പോയി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കയ്യിലും ഒരു തങ്കപാത്രമുണ്ട്. അതുപയോഗിച്ച് ഭിക്ഷയെടുക്കാതെ ആ പാത്രത്തിന്റെ യോഗ്യത തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ശ്രമിക്കൂ. ഇനിമേൽ നമ്മിൽ നാം തിരിച്ചറിയാതെ പോയ കഴിവുകൾ ഉപയോഗപ്രദമാക്കി തീർക്കുവാൻ നമുക്ക് ശ്രമിക്കാം.